ഒരു ഉടമസ്ഥന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു കഴുതയെ വിട്ടുകൊടുക്കാൻ ഞാനാണെങ്കിൽ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരികയില്ല. തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ വില ചോദിക്കും. പക്ഷേ ദൈവം ഒരു കാര്യം പദ്ധതി ഒരുക്കി കഴിഞ്ഞാൽ അത് നടന്നേ പറ്റത്തുള്ളൂ. ഇന്നലകളിൽ ഈ വ്യക്തി തന്നെ ചിലപ്പോൾ തടസ്സം പറഞ്ഞിട്ടുണ്ടാവാം. ആരെങ്കിലും അദ്ദേഹത്തെ ഒരു വസ്തുവിനെ എടുത്താൽ അദ്ദേഹം വില ചോദിച്ചെന്നിരിക്കാം. പക്ഷേ കാര്യങ്ങളെല്ലാം ദൈവം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുത്തന് പോലും നോ പറയാൻ പറ്റാതെ വണ്ണം ദൈവം കാര്യങ്ങളെ നിന്റെ ജീവിതത്തിൽ സെറ്റ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാമേൻ പറഞ്ഞ് ദൂതനെ സ്വീകരിക്കാൻ എന്നെ എത്ര പേർ കേൾക്കുന്നുണ്ട്? ഇന്നലകളിൽ നോ പറഞ്ഞ് മാറ്റിവെച്ചത്, ഇന്നലകളിൽ റിജക്റ്റ് ചെയ്തത്, ഇന്നലകളിൽ നിനക്ക് കിട്ടാത്ത അഡ്മിഷൻ, ഇന്നലകളിൽ നിന്റെ കയ്യിൽ വരാത്ത ഓഫർ ലെറ്റർ, ഇന്നലകളിൽ നിനക്ക് കയറാൻ പറ്റാത്ത ഇടങ്ങൾ, ഇന്നലകളിൽ നിന്നെ വിളിക്കാത്ത ഇടങ്ങളിൽ കർത്താവ് ഈ ദിവസങ്ങൾ നീ കേട്ട ദൈവശബ്ദം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി കാര്യങ്ങളെയെല്ലാം സെറ്റാക്കി നിന്നെ ഇവിടുത്തെ പറഞ്ഞയക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നോക്കിക്കേ, 2 ശിഷ്യന്മാർ ചെല്ലുന്നു, കഴുതയെ കാണുന്നു, ഉടമസ്ഥനോട് ചോദിക്കുന്നു, ഞങ്ങൾ കൊണ്ടുപോകുന്നു. ഒരു ഒബ്ജക്ഷനുമില്ല, ഒരു എതിരും പറയാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും പറ്റാതെ വണ്ണം ദൈവം വാഗ്ദത്തങ്ങളിലേക്ക് നിന്നെ തള്ളിയിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കഴിവല്ല. സത്യത്തിൽ ചോദിക്കാൻ പോയ ശിഷ്യന്മാരുടെ തടിമിടുക്കോ അവരുടെ വാക്ചാതുര്യം ഒന്നുമല്ല. ദൈവം നാളുകൾക്ക് മുമ്പ് പ്രവചിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ആ പ്രവചനം നീണ്ടുപോയിക്കൂടാ. കാരണം നാളെ അത് സംഭവിക്കണം. ആ പ്രവചനം നിവൃത്തിയാകാൻ നാളെയാണ് ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. നീ കേട്ട ഏതൊക്കെയോ ദൈവശബ്ദങ്ങൾ നാളത്തേക്ക്, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ വർഷങ്ങളിലേക്ക് ദൈവം സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നു. മാനുഷികമായി കിട്ടാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ ദൈവം പറഞ്ഞത് നിമിത്തം, ദൈവം ശബ്ദം നീ കേട്ടത് നിമിത്തം, നീ അത് കണ്ടത് നിമിത്തം അത് സംഭവിച്ചേ മതിയാകുകയുള്ളൂ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ കഴിവല്ല, നിന്റെ മിടുക്കല്ല, ദൈവം പറഞ്ഞ നിമിത്തം അത് സംഭവിക്കുമെന്ന് ഉറപ്പോടെ വിശ്വസിക്കാൻ പറ്റിയാൽ നീ ചെല്ലും, നീ അത് കാണും, നീ അത് അവകാശമാക്കും. ദൈവം ആ നിലവാരത്തിൽ ഈ ദിവസങ്ങൾ നിന്നെ നിയോഗിക്കാൻ പോകുന്നു. വിശ്വസിക്കുക, ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.